ഹായ്, മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ പുതിയൊരു രാഗം, ഇതുവരെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത രാഗം, പുതിയ രാഗമല്ല, രാഗം പഴയതാണ് എങ്കിലും ആ രാഗം നിങ്ങൾ ഇതുവരെ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലാത്ത രാഗമാണ്. അപ്പോഴേ നമ്മൾ വന്ന് സി മൈനർ സ്കെയില് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്ത് രാഗമെന്നാണ് പറഞ്ഞത്? നടഭൈരവി. പക്ഷേ ഇന്നെടുക്കുന്ന സി മൈനർ സ്കെയിൽ തന്നെയാണ്, പക്ഷേ രാഗത്തിൻ്റെ പേര് ചാരുകേശി. അതെങ്ങനെയാണ് മിസ്സേ? സി മൈനർ സ്കെയിൽ നടഭൈരവി രാഗം എടുത്ത് പിന്നെ അതെങ്ങനെ ചാരുകേശിയിലേക്ക് മാറും? അതെ, സ്കെയിലായിട്ട് വരുമ്പോൾ അതത് സി മൈനർ സ്കെയിലാണ്, രാഗം മാറുമ്പോൾ ചാരുകേശ രാഗത്തിലേക്ക് മാറുക. അപ്പോൾ അതിലൊരു നല്ലൊരു പാട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്, അകലെ അകലെ നീലാകാശം. ആ പാട്ട് നമുക്ക് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പാട്ടുണ്ടല്ലോ മക്കളെ, ഇത് കണ്ടോ, ഈ ജിയിലിരുന്ന് ഈ ജി വരെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഈ 2 ഒക്ടേവിലാണ് ഈ പാട്ട് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി രാഗം വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്സാക്റ്റ് ഇങ്ങനെ കീകൾ എടുക്കാനുള്ള സ്പീഡ് നിങ്ങൾക്കും കാണത്തില്ല. പിയാനോയിൽ ആ കീ എടുക്കുമ്പോൾ അത്രയും ഫൈൻ ട്യൂണായിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കുമ്പോഴും കീ അത്രയും പെർഫെക്റ്റ് ട്യൂണിൽ കൂടി കീ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ പെർഫെക്റ്റ് ട്യൂണിൽ കൂടി കീ എടുത്ത് പോയാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാകത്തില്ല. അത് അത്ര ഇതിലായിട്ട് പോകുന്ന നല്ല ഭംഗിയാണ് പാട്ട് കേൾക്കാൻ തന്നെ, സുഹോള രാഗവും. അപ്പോഴേ നിങ്ങളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കീ എന്തെങ്കിലും അങ്ങോട്ട് മിസ്സാവണം. നിങ്ങൾ പതുക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പാട്ട് കേട്ടുകൊണ്ട് കീയെ പിടിക്കുമ്പോൾ ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ മിസ് ഇപ്പോൾ ആരംഭത്തിൽ പറയുന്ന കാര്യം, എങ്ങനെ എടുക്കുമ്പോൾ ഒരു നോട്ട് അങ്ങോട്ടൊക്കെ എടുക്കാൻ നിങ്ങൾ പോയെന്നാൽ നിങ്ങൾ ഓർക്കില്ല എന്താ മിസ് പഠിച്ചപ്പോൾ ഇങ്ങനെ പോയിരിക്കുന്നതെന്ന്. അത് ആരംഭത്തിൽ ഞാൻ പറയുവാൻ. അപ്പോഴേ ഈ പാട്ട് നിങ്ങളെ സി മൈനർ സ്കെയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സി മൈനർ സ്കെയിൽ ഒന്നും കൂടി ഞാൻ കാണിക്കുവാണ്. ആദ്യം 3 ഫ്ലാറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് രാഗമെന്നാണ് പഠിപ്പിച്ച മിസ്? ഇത് പഠിപ്പിച്ചത് നടഭൈരവി രാഗം അല്ലേ? പക്ഷേ ഈ നടഭൈരവി രാഗം ഈ രാഗം ഈ സി മൈനർ സ്കെയിലിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ എടുക്കുന്ന പാട്ടിൻ്റെ രാഗം വന്ന് ചാരുകേശി. അതെങ്ങനെയാണ് മിസ്സേ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് രാഗം സ്കെയിൽ വരുമ്പോൾ ഒരിക്കലും സ്കെയിൽ മാറത്തില്ല കേട്ടോ മക്കളെ, രാഗം മാറും. അപ്പോൾ ഒരേ സ്കെയിലിൽ പല രാഗങ്ങൾ കയറി വരും. ഞാൻ കഴിഞ്ഞ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പം നമുക്ക് ചാരുകേശ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പാട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പാട്ട് അകലെ അകലെ നീലാകാശമുള്ള പാട്ട് ഇവിടുന്ന് ഇവിടം വരെ ഉണ്ടായിരിക്കുക. ഇത്രയും കീ വേണം. പെട്ടെന്ന് ഓടി എടുക്കുമ്പോൾ സംശയം ഒരു കീയൊക്കെ അങ്ങോട്ടും തട്ടാനും വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആരംഭത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇച്ചിരി ചലഞ്ചാണിത്, നിങ്ങൾ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് സ്വരസ്ഥാനം കാണിക്കാം. ചാരുകേശയുടെ സ്വരസ്ഥാനം: ഷഡ്ജം, ശ്രുതി ഋഷഭം, ആന്തരകാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കൈശികി നിഷാദം, ഷഡ്ജം. തിരിച്ചെവിടെ വരും? ഇവിടം വരെ വന്നു. കണ്ട, ഇപ്പൊ അതാ ഒരെണ്ണം കഴിഞ്ഞു അല്ലേ? പിന്നെ വന്നിട്ട് നിത്യസുന്ദര വരുന്ന ഇവിടെ. എന്താ ഇതിങ്ങനെ പെട്ടെന്ന് എടുക്കണം നിങ്ങൾ. വിശ്വമില്ല. എന്താ അത് എല്ലാം 2 പ്രാവശ്യം വരുന്നുണ്ടേ, പിന്നെ വീണ്ടും ആകല്ലേ. പക്ഷെ പാടി വരുന്ന നദിയും കുളിരും വരുമ്പോൾ ഇങ്ങനെ വരുന്ന പാരിജാതം.
അപ്പം ഞാൻ ഷോർട്ടായിട്ട് നിങ്ങൾ കാണിക്കും കേട്ടോ, നമ്മുടെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ വീണ്ടും അകലെ അകലെ. ഇങ്ങനെ പെട്ടെന്ന് എടുത്തെങ്കിൽ അത് ശരിയായിട്ട് രീതി കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെ എടുക്കുക വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. സ്ലോയിൽ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പീഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും ആ ഇതിൽ കൂടി കയറ്റിക്കൊണ്ടുവരാം കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ വരണം കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അകലെ എന്നുള്ള ഭയങ്കര ഹൈ പിച്ചിലങ്ങ് പോകും. അതൊന്നും ഞാനിപ്പറ്റി കാണിക്കുന്നില്ല. പിന്നെ നിത്യസുന്ദര നിർഭയായി വരുമ്പോഴേ അതിൻ്റെ ഇൻ്റർവ്യൂഡ് പോകുന്ന ഇങ്ങനെ വന്നിട്ടാണ് ഇൻ്റർവ്യൂഡ് പോകുന്നത്. പിന്നെ ഇപ്പം പാടി വരുന്ന നദി ഇപ്പം നിത്യസുന്ദരി ഇവിടെ വന്നല്ലേ പാടി വരുന്നത്. കണ്ടോ പാരിജാതം. ഇങ്ങനെ വരുന്നു. പിന്നെ ഒന്നിലൊന്നേ തീരുമ്പോൾ നമ്മളൊന്നായത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കാൻ സാധിക്കുന്നുള്ളൂ മിസ് പരിശ്രമിച്ചത്. എന്താ വെച്ചാൽ ഓരോ നോട്ട് എടുത്താൽ ഒരു വാക്കുകൾ ഇങ്ങനെ മുട്ടുമ്പോൾ പല നോട്ടോട് കയറി വരുമ്പോഴാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രത്യേകിച്ച് പരിശ്രമിച്ച് നോക്കുക. സമയമെടുക്കും, ഒരു ധൃതിയും പിടിക്കാതെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് ഈ പാട്ട്. ഇതിനകത്ത് ഇത് മേളകർത്ത രാഗത്തിലാണ് ചാരുകേശി രാഗമുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പഠിക്കേണ്ട 7 സ്വരമുണ്ട്. സ്വരം ഒന്നും മാറുന്നില്ല കേട്ടോ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ബോർഡിൽ നോട്ടിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് സി മൈനർ സ്കെയിലിന് 3 ഫ്ലാറ്റ് വരുമെന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഈ 3 ഫ്ലാറ്റ് 3 കറുത്ത നോട്ട് വന്നാൽ അത് നട ഭൈരവി രാഗമാണെന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സി മൈനർ സ്കെയിലായിട്ട് മാത്രമേ നൊട്ടേഷൻ എഴുതുമ്പോൾ സി മൈനർ സ്കെയിലായിട്ട് മാത്രമേ ഇത് എഴുതുകയുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് നാച്ചുറൽ സൈൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാച്ചുറൽ സൈനാ അല്ലേ. അപ്പം നമ്മൾ എന്താ സംഭവിച്ചത്? ഇവിടെ വെളുത്ത നോട്ടിൽ നമ്മൾ കൈവച്ചു. പെട്ടെന്ന് രാഗം മാറിയത് കണ്ടോ? നട ഭൈരവി രാഗം വന്ന് ആ കറുത്ത നോട്ടിൽ നിന്ന് കൈയെടുത്ത് വെളുത്ത നോട്ടെ കൈവച്ചപ്പോൾ എന്തായി മാറി? അത് ചാരുകേശി രാഗമായിട്ട് മാറി അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പ്രത്യേകം പഠിക്കാനുള്ളത്. അപ്പം മിസ്സ് വായിച്ചപ്പോഴേ വെളുത്ത നോട്ടിൽ കൈവച്ചപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണുക, ഇതെന്താ മിസ്സ് സി മൈനർ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് വെളുത്ത നോട്ടിൽ കൈവയ്ക്കുന്നല്ലോ എന്ന്. ഇത് ബോർഡിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആ സമയത്ത് പാട്ടിൻ്റെ സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ വന്നാൽ അത് ചാരുകേശി രാഗം, ഇവിടെ ഫ്ലാറ്റ് വന്നാൽ അത് നടഭൈരവി രാഗമായിട്ട് മാറും. ഓക്കെ, അതാണ് ഇവർക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് 1 തൊട്ട് കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതേസമയം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിന് ഇനിയൊരു രാഗവും ഒരു പുതിയ പാട്ടുമായിട്ട് കാണാം. ബൈ.